CPM പ്രതിനിധി ശ്രീ എ റഹീം നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ റഹീം, വലിയ ആത്മവിശ്വാസം CPMന് കിട്ടുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ ഉയരുന്ന ഒരു ആരോപണം. വിജിലൻസ് കോടതിയുടെ അന്വേഷണം നേരിട്ട് ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിക്കുന്നു. അത് തള്ളുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? മാത്യു കുഴൽനാടൻ കൈ ഉയർത്തി പിടിച്ച് രേഖ 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 എന്ന് പറഞ്ഞ് നടന്നപ്പോ അതിന്റെ പിന്നാലെ പോയ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഒരു ജാള്യത, ആത്മവിശ്വാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് പണ്ട് മുതലേ നല്ല ആത്മവിശ്വാസമുണ്ട്. വഴിയിൽ കിടമില്ലാത്തൊരു വഴിയിൽ പേടിക്കണ്ട എന്നുള്ളതാണല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിക്കുക ഇത് ഏറെ കാലമായി തുടങ്ങിയതല്ലോ. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തെ ദുർബലമാക്കണം, ഇടതുപക്ഷത്തെ ആക്രമിപ്പിക്കണം. ഇടതുപക്ഷത്തിന്റെ ആ കേരളത്തിൽ ഇടതിന്റെ വളരെ കൃത്യമായ നേതൃത്വമായി നിൽക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ ശക്തമായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നിൽ നടക്കുന്നു. രാജ്യത്തിന് തന്നെ മാതൃകയാണ്, കരുത്താണ് പിണറായി വിജയൻ. ആ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസമായ പിണറായി വിജയനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, ആക്രമിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ വേട്ടയാടുക, ഇത് കോൺഗ്രസിന്റെ ഒരു നിഗൂഢമായ പദ്ധതിയാണ്. അതിന് മാത്യു കുഴൽനാടനെ എന്നെ പ്രതി എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്? മധു ആണ് ആൻഡ്രെന്ന് എനിക്ക് തോന്നുന്നു. മധു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വനിത, അദ്ദേഹത്തിന്റെ മകൾ എത്രമാത്രമാണ് അദ്ദേഹത്തെ ആ വനിതയൊക്കെ ആക്രമിച്ചുകൊണ്ട് നിർത്തുക. മുഖ്യമന്ത്രിയെ കല്ലെറിയുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് മതിയായോ ഇപ്പോഴെ വർഷം? ഇതൊക്കെ ജനം ഒരു കുറെ നാളത്തെ സ്വീകരിച്ചു. 2016 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ കഴിഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിവാദങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിന് അധികകാലം ആയുസില്ല എന്നുള്ളതാണ്. വലിയ ബിഗ് വാർത്താ ബ്രേക്കിങ്ങുകളായിട്ട് വന്ന്, വലിയ വാർത്താ ചർച്ചകളായി ഉയർന്നു വന്ന, തലക്കെട്ടുകളായി വന്ന വലിയ സംഭവങ്ങൾ അധികം വൈകാതെ തന്നെ അതിന്റെ സത്യം പുറത്തു വരുന്നു. അതിലൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. അത് ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞാല് നോക്കൂ, നിങ്ങൾ അതിന് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന KMRL അത് മുതൽ ഇങ്ങോട്ട് നവകേരള ബസ് വലിയ സംഭവമാണ്, മഹാകുഴപ്പമാണ്, ആഡംബരത്തിന്റെ വലിയ രൂപമാണ് എന്നെല്ലാം പറഞ്ഞ് ചർച്ച ചെയ്തവര് ഇപ്പൊ നേരെ തിരിച്ച് അതേ മാധ്യമങ്ങൾ പറയുകയാണ്. അപ്പോ നവകേരള ശ്രീ എ റഹീം അങ്ങ് പറയുന്നു ഇതാ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ജാള്യതയുണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ നിങ്ങൾ തന്നെ പരിഹരിച്ചാൽ മതിയെന്ന്. ശ്രീ എ റഹീം, കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം, ഒരു ദേശീയ മാധ്യമം ഒരു അന്വേഷണാത്മക റിപ്പോർട്ടായി അവതരിപ്പിച്ച ഒരു കാര്യമല്ല ഇത്. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ ഭാഗമായി വന്ന ചില വെളിപ്പെടുത്തലുകൾ, ആ വിധിയുടെ ഭാഗമായി വന്നത്, ഡിസിഷന്റെ ഭാഗമായി വന്നത് വാർത്തയായി വരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു അന്വേഷണാത്മക വാർത്തയായി വന്നതല്ല. അതിനെ തുടർന്ന് പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നത് സ്വാഭാവികമാണ്. നിയമസഭയിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. മാത്യു കുഴൽനാടൻ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനം അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ ചർച്ചകളിലെല്ലാം CPMന്റെ പ്രതിനിധികൾ നിരന്തരമായിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ അങ്ങും പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഈ ചർച്ച ഇപ്പോൾ ഈ വാർത്ത ഇത് മാത്യു കുഴൽനാടന് തിരിച്ചടിയായി ഇത്തരത്തിലൊരു തീരുമാനം കോടതിയിൽ നിന്ന് വരുമ്പോഴും ശ്രീ ജ്യോതികുമാർ ചമക്കാലയും A റഹീമും ഒരേ തരത്തിൽ അഭിപ്രായം പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളതുകൊണ്ടാണോ? അങ്ങനെയല്ല. അത് കാണേണ്ടത് നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരാകണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന വാർത്തയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവിക യുക്തിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തണ്ടേ? ഉദാഹരണത്തിന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എങ്ങനെയാണ് ഈ വിധി വന്നത്? എന്ത് ഇൻട്രസ്റ്റിലാണ് ആ വിധി വന്നത്? അതിൽ വരികൾക്കപ്പുറത്ത്, വാർത്തയ്ക്കപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ അതർ സൈഡ് ഉള്ള ഒരു വ്യക്തിയുണ്ട്, ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയെ കേട്ടിട്ടാണോ, സ്വാഭാവിക നീതി ഉണ്ടായിട്ടാണോ ഇത് എന്നൊരു വാർത്ത നിങ്ങൾ എപ്പോഴും ചെയ്തിരുന്നു. ഇല്ല, നിങ്ങൾ ഒരേ ആംഗിളിലെ വാർത്തയാണ്. ഇടതുപക്ഷത്തെ കല്ലെറിയാനുള്ള വാർത്ത ആംഗിൾ മാത്രമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അത് ശരിയല്ല, അത് മാധ്യമ പ്രവർത്തനമല്ല. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടി കേട്ടെ. മുഖ്യമന്ത്രിക്കെതിരെ ഇദ്ദേഹം പറഞ്ഞ ഓരോന്നും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇപ്പൊ ഇദ്ദേഹം, ഞാൻ ഓർക്കുകയാണ് പെട്ടെന്ന്, ഇദ്ദേഹം കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, മണിക്കൂറുകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു IGST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. IGST അടച്ചതിന് പിന്നെ തെളിവ് വന്നു. പറയുന്ന ഓരോ കാര്യവും ഓരോ നിമിഷവും പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരും തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹം തിരിച്ച വഴിയെ വീണ്ടും നിങ്ങൾ നടന്നു. കാരണം അദ്ദേഹം ചവച്ചു തുപ്പുന്നതൊക്കെ ഇടതുപക്ഷ വിരുദ്ധ വാർത്തയാണ്.
അപ്പൊ ഇടതുപക്ഷ വിരുദ്ധ വാർത്ത ഏത് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, അതിലെനിക്ക് വിയോജിപ്പുണ്ട്. മാത്യു കുഴൽനാടൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിലുണ്ടായ വസ്തുതാ വിരുദ്ധത കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങളെയും അദ്ദേഹം മുന്നോട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടെങ്കിലും അതും നിരന്തരമായ ചർച്ചകളുടെ ഭാഗമായ ഒരാളാണ് എന്ന രീതിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ കാര്യത്തിൽ അതായത് CPM പറയുന്നതും കോൺഗ്രസ് പറയുന്നതും കൃത്യമായി തന്നെയാണ് കേൾക്കുകയും സ്വീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് എന്ന് അതിലൊന്നും യാതൊരു തരത്തിലുള്ള വിവേചനമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ CPM അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. തിരിച്ചടി കോൺഗ്രസിനുണ്ടാകുമ്പോൾ കോൺഗ്രസിന് അതിനെ പ്രതിരോധിക്കേണ്ട ഘട്ടവും വരുന്നതാണ്, സ്വാഭാവികമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.